നമ്മുടെ ജീൻസ് കളക്ഷൻസ് ആയിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് ബ്ലൂ ഡെനിം ജീൻസാണ് കേട്ടോ. ഇതൊരു 700-ന് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്, ഓൺലൈൻ അല്ല കേട്ടോ. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല നമുക്ക് ഹിപ്പിൻ്റെ അവിടെ എലാസ്റ്റിക്കൊക്കെ വന്നിട്ടുള്ള ഒരു നല്ല ജീൻസാണ്. നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെയും ഓവർ സൈസിൻ്റെ കൂടെയും ഒക്കെ വിയർ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അവിടെ കുറേ തോന്നുന്നു. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ഒരു കൊറിയൻ ബാഗിയാണ് കേട്ടോ. കൊറിയൻ കാർഗോ ബാഗിയാണ്. നമുക്ക് സൈഡ് പോക്കറ്റ്സ് കൂടാണ്ട് നമ്മുടെ മുട്ടിൻ്റെ ആ ഭാഗത്ത് നമുക്ക് പോക്കറ്റ്സ് ഉണ്ട് രണ്ട് സൈഡിലും. അപ്പോൾ ഇത് നമുക്ക് ഓവർ സൈസിൻ്റെ കൂടെയൊക്കെ ഇടാവുന്ന ഒരു ടൈപ്പ് ജീൻസാണ്. കാരണം ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ അത് അത്ര മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് മാച്ച് ആവാറില്ല. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഹിപ്പൊക്കെ നല്ല ടൈറ്റായിട്ട് വരുന്ന രീതിയിലാണ്, കറക്റ്റ് സൈസിനൊക്കെയാണ് എനിക്ക് എടുത്തത്. ഇത് ഞാൻ എടുത്തത് ഷോപ്പിൽ നിന്ന് തന്നെയാണ്. ഒരു 400-500 ആ റേഞ്ചിനുള്ളതായിരുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു വൈറ്റ് സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസാണ് കേട്ടോ. ഇത് ബാഗിന്നൊന്നും എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, എന്നാലും ഒരു വൈറ്റ് നല്ല പ്യുവർ മിൽക്കി വൈറ്റാണ് ഇതിൻ്റെ കളർ വന്നിട്ട്. ഇത് ഓൺലൈനാണ് കേട്ടോ, മീഷോന്ന് വാങ്ങിച്ചതാണ്. ഒരു 450 ആ റേഞ്ചിൽ വരുന്ന ഒരു ഇതാണ്. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വന്നിട്ട് ഒരു ജോഗറാണ്, ബ്ലൂ ജോഗർ. ഇത് ഒരു ഡെനിം ടൈപ്പ്, നല്ല നല്ല കളറൊക്കെയാണ്. നമുക്ക് കാലിൻ്റെ അറ്റത്ത് ഇലാസ്റ്റിക്കൊക്കെ വന്നിട്ടുള്ള സൈഡ് പോക്കറ്റ്സും മറ്റേ മുട്ടിൻ്റെ അവിടെയൊക്കെ പോക്കറ്റ്സ് ഉണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് എടുത്താണ്. ഒരു 300 റേഞ്ചിന് അതിനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ ഇത് കുറച്ച് ടൈറ്റൊക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു സ്ട്രെയിറ്റ് ഫിറ്റ് സ്കൈ ബ്ലൂ എന്ന് പറയില്ല, അതിലും ലൈറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു 700 ആ റേഞ്ചായി. നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്കിതിൻ്റെ ഹിപ്പ് കുറച്ച് ലൂസൊക്കെയാണ്. പിന്നെ ഓവർ സൈസിൻ്റെ കൂടെയും ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു സ്കിൻ ഫിറ്റ് ഗ്രേ കളർ ജീൻസാണ് കേട്ടോ. ഇത് നമ്മൾ പഴയ ഫാഷനിലുള്ളതാണ്. ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യാറൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെ ലോക്കലായിട്ട് ഇങ്ങോട്ടേലൊക്കെ പോകുമ്പോൾ ഇടാറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷെ എൻ്റെ റേറ്റ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ നമുക്ക് ബ്ലാക്ക് കളർ ടോപ്സിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ മാച്ച് ആവുന്ന ജീൻസാണ്. നെക്സ്റ്റ് വന്നിട്ട് ഒരു ബ്ലൂ സ്ക്രാച്ച് ജീൻസാണ് കേട്ടോ. നമ്മുടെ പഴയ ഫാഷനാണ് ഇതും, പക്ഷേ ഇപ്പോഴും ഇടാറുണ്ട് കേട്ടോ ബാഗിയുടെ മോഡലിലൊക്കെ. ഇത് കുറച്ച് ഓവർ സ്ക്രാച്ച് ആണെന്ന് എനിക്ക് ഡൗട്ടും ഉണ്ട്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഒരു 400 ആ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞാൻ കുറേ വർഷം മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ആ കളർ, എനിക്കിഷ്ടമാണ് നീല കളർ. നമുക്ക് എല്ലാ ടോപ്സിൻ്റെയും കൂടെ ഇതാവും. ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെ അത്രയും ഇതാവില്ല, പക്ഷേ ബാക്കി എല്ലാ രീതിയിലുള്ള ടോപ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് മാച്ച് ആവും. നെക്സ്റ്റ് ഒരു ബാഗിയാണ് കേട്ടോ, ഒരു ബീഗ് കളർ ബാഗിയാണ്. ഞാനിത് ബെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്താണ്, ലുലു മാളിലെ. ഇതൊരു 2500 ആ റേഞ്ചായിരുന്നു. നമുക്ക് ഓവർ സൈസിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും. ഓറഞ്ച് അങ്ങനത്തെ കളറിൻ്റെ ഒക്കെ കൂടെ നല്ല മാച്ചിങ് ആയിരിക്കും. എനിക്ക് ഭയങ്കര എന്നുവെച്ചാൽ നമുക്ക് ഓവർ ബാഗിയായിട്ട് ഇത് തോന്നും, കാരണം അത്രയും വൈഡാണ് നമുക്കിതിൻ്റെ ലെഗ്സ് വന്നിട്ടും എല്ലാം സൈഡ് പോക്കറ്റ്സൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വന്നിട്ടൊരു ബ്ലാക്ക് ബാഗിയാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഒരു 500 ആ റേഞ്ചിൽ വാങ്ങിച്ച ഒരു ബാഗിയായിരുന്നു. നമുക്ക് ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെയും ഓവർ സൈസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ലൂസായിട്ടുള്ള ഷർട്ട്സിൻ്റെ കൂടെയും നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, ഇതിൻ്റെ സോഫ്റ്റ് മെറ്റീരിയലാണ്.
എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ്, ഫേവറേറ്റാണ്. നെക്സ്റ്റ് വന്നിട്ടൊരു ഗ്രീൻ കളർ ജോഗറാണ്. ഇത് നിങ്ങൾക്ക് എന്തോരം കളർ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നല്ലൊരു ഗ്രീൻ കളർ ജോഗറാണ്. നമുക്ക് ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ അറ്റത്ത് വന്നേക്കുന്നത് ലാസ്റ്റിക് മോഡലാണ്. അരയുടെ അവിടെ നമുക്ക് ലാസ്റ്റിക് മോഡലും ഒരു ടൈ ആണ് കേട്ടോ നമുക്ക് വന്നേക്കുന്നത്, കെട്ടാൻ പാകത്തിനുള്ളതാണ്. ഇഷ്ടംപോലെ പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ. ഇതിനൊരു 650 റേഞ്ച് ആട്ടോ വന്നുള്ളൂ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചായിരുന്നേ, ഫ്ലിപ്കാർട്ടിൽ നിന്ന്. നെക്സ്റ്റ് വന്നിട്ട് ബ്ലാക്ക് സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസാണ് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 550 ആ റേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ക്രോപ്പ് ടോപ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചിങ് ആയിരിക്കും. സ്ട്രെയിറ്റ് ഫിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഹിപ്പിൻ്റെ അവിടെയൊക്കെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരുന്നതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ബെൽറ്റൊന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. പിന്നെ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ ഇപ്പോൾ ചെറിയൊരു പോക്കറ്റും കൂടി ഉണ്ട്, ചില്ലറ പൈസ തന്നെ ആയിരിക്കും. ബാക്കിൽ നമുക്ക് അലാസ്റ്റിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഒരു ക്രീം കളർ ബാഗിയാണ്. നേരത്തെ കാണിച്ച അത്രയും വൈഡല്ല. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. 600 ആ റേഞ്ച് ആയിരുന്നു. നമുക്ക് ഓവർ സൈസിൻ്റെ കൂടെ നല്ല ഒരു മാച്ച് ആയിട്ടുള്ളതാണ്. ക്രോപ്പ് ടോപ്പിൻ്റെ കൂടെ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാനത് ഇട്ട് നോക്കിയിട്ടില്ല. നല്ല മെറ്റീരിയലും കാര്യങ്ങളാണ്, സോഫ്റ്റ് മെറ്റീരിയലൊക്കെയാണ് കേട്ടോ. ഇതിന് 2 പോക്കറ്റ്സേ വരുന്നുള്ളൂ.